ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ പ്രിപ്പറേഷൻ എത്രയായിരുന്നു ഒന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു 4 മാർക്ക് അത് ഞാൻ ഗ്യാരണ്ടി തരാം. 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്കെങ്കിലും മിനിമം നിങ്ങൾക്ക് സാധാരണ 4 മാർക്കാണ് ചോദിക്കാറില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 4 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാരണ്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡെക്സ് നമ്പർ നിങ്ങൾ ഇതിനോടൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, അഥവാ സൂചക സംഖ്യകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. വളരെ സിമ്പിളാണ്. നിങ്ങൾ പാഷ മെത്തേഡ്, ലാസ്റ്റ് പേസ് മെത്തേഡ്, അതേപോലെ വെയിറ്റഡ് ആവറേജ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടാവും, സിമ്പിൾ ആഗ്രിഗേറ്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലെല്ലാ തവണയും നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുക്കുന്നത് 4 മാർക്കിന് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കാൽക്കുലേറ്റ് സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ ഏത് കേട്ടാൽ ഭയങ്കരമായിട്ട് തോന്നും സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് വലിയ എന്തോ സംഭവമാണ്. പക്ഷേ ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് ഇയാളെ കുറിച്ച് കാണാനാണ് പറഞ്ഞത്. ലളിതമായ മൊത്തവില സൂചിക കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ തരും. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം ഉണ്ടാവും, ബേസ് ഇയറും കറണ്ട് ഇയറും എന്താണെന്നുള്ളത് അല്ലെ. അപ്പൊ ബേസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു വർഷം നിങ്ങൾ ആലോചിക്കുക, നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ ആ വീടിന്റെ ബേസ്മെന്റ് എന്ന് പറയാറില്ലേ. ആ വീടിന്റെ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ ഏറ്റവും പഴക്കം ചെന്ന ഭാഗം എന്ന് വെച്ചാൽ അത് ആ വീടിന്റെ തറയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ബേസ്മെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഏറ്റവും പഴക്കമുള്ളതായിരിക്കും. തന്നിരിക്കുന്നതിൽ ഏറ്റവും പഴയ വർഷം ഏതാണ്, അതാണ് നമുക്ക് ബേസ് ഇയർ വരിക. ഇനി അതേപോലെ ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അപ്പൊ കറണ്ട് ഇയർ എന്തായിരിക്കും അല്ലെ. അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്ന നിങ്ങൾക്ക് കറണ്ട് ഇയർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയതാണെങ്കിൽ ഈ കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏറ്റവും പുതിയതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ബേസ് ഇയറും കറണ്ട് ഇയറും തിരിച്ചറിയേണ്ടത്. ഇപ്പൊ ഉദാഹരണം 2024, 2026 എന്നിങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിൽ ബേസ് ഇയർ ഏതാ, ഇവിടെയാണ് ബേസ് ഇയർ വരുന്നത് അല്ലെ. അതേസമയം കറണ്ട് ഇയർ ഏതാ, കറണ്ട് ഇയർ വരുന്നത് 2026 ആണ്. എന്താ കാരണം, ഏറ്റവും പുതിയത് 2026ഉം ഏറ്റവും പഴയത് 2024ആണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ പഴയത് ഏതാണോ പുതിയതാണോ കണ്ടെത്തി കഴിഞ്ഞാൽ ബേസ് ഇയറും കറണ്ട് ഇയറും കിട്ടും. ഇനി ബേസ് ഇയറിലെ പ്രൈസിനെ നമ്മൾ കാണിക്കുന്ന ലെറ്ററാണ് P0 എന്ന് കാണിക്കുക. P0 എന്ന് പറഞ്ഞാൽ പഴയത്, പഴക്കം ചെന്നതെന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതുപോലെ കറണ്ട് ഇയർ നമ്മൾ എന്താ കാണിക്കുക, P1 എന്നാണ് പ്രൈസ് കാണിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇവിടെ ബേസ് പീരിയഡ് പ്രൈസും കറണ്ട് പീരിയഡ് പ്രൈസും തന്നിട്ടുണ്ട്. ബേസ് പീരിയഡ് നമ്മൾ കാണിക്കുക പറഞ്ഞു P0 എന്നാണ് കാണിക്കുക, കറണ്ട് ഇയർ നമ്മൾ P1 എന്നാണ് കാണിക്കുക. അപ്പൊ ഈ ഒരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കണം. ബേസ് ഇയറും കറണ്ട് ഇയറും തിരിച്ചറിയണം. അതിലെ P1 എന്താ, P0 എന്താന്ന് കൂടി മനസ്സിലാക്കിക്കണം. ഓക്കെ, ഇനിയാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തരുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ നിങ്ങൾ P0യും P1ഉം കണ്ടുവെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 3 വർഷം തരാണ്, ഒരു 2024, 2025, 2026. ഇതിൽ ബേസ് ഇയറും കറണ്ട് ഇയറും കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒന്നും വേണ്ട, ഏറ്റവും പഴയത് ഏതാ, 2024. അപ്പൊ എന്തായിരിക്കും, ഇതാണ് നമ്മുടെ ബേസ് ഇയർ എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് ബേസ് ഇയർ എന്ന് പറയുന്നത്. ഏറ്റവും പുതിയത് ഏതാ, 2026, അതായിരിക്കും എന്ത്, നമ്മുടെ കറണ്ട് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി നമ്മുടെ വെറുതെ സമയം കളയാൻ വേണ്ടി മാത്രമാണ് ഈ 2025 തന്നിട്ടുള്ളത്. അല്ലാതെ അയാൾക്ക് യാതൊരുവിധ റോളും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കളയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം തരിക. നിങ്ങൾ പഠിക്കണം, അങ്ങനെയൊന്നും തരില്ല. നമുക്ക് എന്താണ് 2024ഉം 2026 2 വർഷങ്ങൾ തരും. അതിൽ പഴയതും പുതിയതും തിരിച്ചറിയാൻ ബേസ് ഇയറും കറണ്ട് ഇയറും നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. P01 = സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് ഓർത്ത് വെക്കാൻ ഞാനൊക്കെ ചെയ്തിരുന്ന കാര്യം തരും. ടീച്ചർ ക്ലാസ്സിൽ പരീക്ഷ നടത്തി, ജസ്റ്റ് ഒരു പൊട്ടക്കഥയാണ് എനിക്കറിയാം, എന്നാലും പറഞ്ഞുതരാം. ടീച്ചർ ക്ലാസ്സിൽ ഒരു പരീക്ഷ നടത്തി, ഒരു ബെഞ്ച് ഇട്ടു. പരീക്ഷ നടത്തിയൊരു ബെഞ്ച് ഇട്ടു. പരീക്ഷയിൽ പാസ്സായവൻ എന്ത് ചെയ്തു, 1ാം സ്ഥാനം കൊടുത്തു അല്ലെ. അപ്പൊ അവനെ ബെഞ്ചിന്റെ മുകളിൽ എത്തി. പരീക്ഷയിൽ തോറ്റുപോയവൻ എന്ത് ചെയ്തു, ആ ബെഞ്ചിന്റെ തൊട്ട് താഴെ എത്തി. ഓക്കെ, പാസ്സായവൻ 1ാം സ്ഥാനം, തോറ്റുപോയതിന് 0 അല്ലെ. തോറ്റുപോയതിന് 0 മാർക്കാണ്, പാസ്സായതിന് 1 മാർക്ക് കിട്ടില്ല. അതിനുശേഷം എന്ത് ചെയ്തു, അവർ രണ്ടുപേരും സിഗ്മകളായിട്ട് മാറി. എന്തായി മാറി, സിഗ്മകളായിട്ട് മാറി. അത് മാത്രമല്ല, പിന്നെ 100 കൊണ്ട് കുടിച്ചാലും മതി, നമ്മുടെ ഉത്തരം എന്ത് കിട്ടും, ഈ പറഞ്ഞ P0 കൊണ്ട് കിട്ടും. ഇത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പലപ്പോഴും നമ്മുടെ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമ്മുടെ ഇക്വേഷൻ തല തിരിഞ്ഞു പോകും. എങ്ങനെ, P0 ഡിവൈഡ് ബൈ P1 എന്നിട്ട് നമ്മൾ സിഗ്മ ചേർത്തിട്ട് എന്ത് ചെയ്യും, ഇൻറ്റു 100 ചേർക്കും. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഈ ഉത്തരം എന്തായിരിക്കും, 1 അബദ്ധമായിട്ടുള്ള ഉത്തരമായിരിക്കും ഉണ്ടാവുക, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുക. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ മൈൻഡിലേക്ക് വരാതിരിക്കാനാണ് പറഞ്ഞത്. പരീക്ഷ നടത്തുന്നു, ടീച്ചർ പരീക്ഷ നടത്തി പാസ്സായവന് 1ാം സ്ഥാനം കിട്ടിയവൻ എന്ത് ചെയ്യുന്നു, പാസ്സായി 1ാം സ്ഥാനം കിട്ടിയവൻ ആദ്യം ഇരുത്തുന്നു. അതുപോലെ തോറ്റുപോയവൻ എന്ത് ചെയ്യുന്നു, അതിന് തൊട്ട് താഴെയിരുന്നു. രണ്ടുപേരും പരീക്ഷ കഴിഞ്ഞതിന് ശേഷം സിഗ്മകളായി മാറി. പിന്നെ എന്ത് ചെയ്തു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കിട്ടും, P01 എന്ന് പറയുന്ന ഈ വാല്യൂ കിട്ടും. അപ്പൊ ഇക്വേഷൻ ആദ്യം എഴുതി പഠിക്കണം എൻ്റെ മക്കൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം ആയിരിക്കും, എന്താ സാറേ സിഗ്മ എന്ന് പറയുന്നത് അല്ലെ. സിഗ്മ എന്താണെന്ന് അറിയാത്തവര് എൻ്റെ കുട്ടികളുടെ ആരും ഉണ്ടാവില്ല. സിഗ്മ ബോയ് എന്ന് പറഞ്ഞ പാട്ട് കണ്ടാവും, പക്ഷെ അയാളുമായിട്ട് യാതൊരു വിധ ബന്ധമില്ല. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എന്നാണ് അർത്ഥം. ഓക്കെ, നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടേ, എന്തിന്റെ ടോട്ടൽ, P1ന്റെ ടോട്ടലും P0ന്റെ ടോട്ടലും കണ്ടുപിടിക്കണം. അപ്പൊ P1ന്റെ ടോട്ടലും P0ന്റെ ടോട്ടലും എങ്ങനെ കാണുക, ഈ പറഞ്ഞ സിഗ്മ P0 എന്ന് പറഞ്ഞാൽ എന്താ, ഈ P0ന്റെ മൊത്തം തുകയാണ്. അതിനെന്ത് ചെയ്യണം, 10 +
15 പ്ലസ് 30 പ്ലസ് 25 പ്ലസ് 40 ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഞാനിവിടെ പ്ലസ് ചെയ്ത് നോക്കട്ടെ, നിങ്ങളും പ്ലസ് ചെയ്ത് നോക്കട്ടോ. 10 പ്ലസ് 15 പ്ലസ് 30 പ്ലസ് 25 പ്ലസ് 40. ഓക്കെ, 120 എന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും ഉത്തരം. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, സിഗ്മ P1 കാണാനുണ്ട്. സിഗ്മ P1 കാണുന്നുണ്ട്, കാരണം P1ന്റെ പോലെ തുക കാണണം അല്ലേ. അപ്പൊ എന്തൊക്കെ കണ്ടുപിടിക്കണ്ടേ, 20 പ്ലസ് 50 പ്ലസ് 50 പ്ലസ് 30 പ്ലസ് 60 ചെയ്യണം. അപ്പൊ ഞാൻ ചെയ്യാണ് 20 പ്ലസ് 20 പ്ലസ് 50 പ്ലസ് 30 പ്ലസ് 60. നമുക്ക് ഉത്തരം 180 എന്നാണ് കിട്ടിയത്. 180 എന്നാണ് കിട്ടി. വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ P01 = സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 എന്നാണ്. നമുക്ക് സിഗ്മ P1ന്റെ വാല്യൂ 180 എന്നും സിഗ്മ P0ന്റെ വാല്യൂ 120 എന്നും കിട്ടി. ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 180 ബൈ 120 = 1.5 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 150 എന്നാണ് നമ്മൾ ഉത്തരം വരിക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്ത് 150% എന്ന് പറഞ്ഞു എഴുതരുത്, അത് തെറ്റാണ്. പകരം നിങ്ങൾക്ക് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ചോദിക്കാം. അതിന്റെ അർത്ഥം എന്താണ്, പ്രൈസ് കൂടിയെന്നാണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ എത്ര പെർസെൻറ്റേജ് കൂടിയേ, എത്ര പെർസെൻറ്റേജ് കൂടി എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ അതിൽ നിന്നും 100 കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ 150 മൈനസ് 100 ചെയ്താൽ നമുക്ക് കിട്ടും 50 അല്ലെ. അപ്പൊ എത്ര ശതമാനം കൂടി, 50% ഇവിടെ സാധനങ്ങളുടെ വില വർദ്ധിച്ചു എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ABCDE എന്ന് പറയുന്ന 5 സാധനങ്ങളുടെ വില എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷവും ഈ വർഷവും വെച്ച് നോക്കുകയാണെങ്കിൽ വില വർദ്ധിച്ചു. എത്രയാണ്, 50% വില വർദ്ധിച്ചു, അഥവാ പകുതിയിൽ കൂടുതൽ വിലക്കയറ്റുണ്ടായിരുന്ന അർത്ഥം അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്യാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു എക്സ്പ്ലനേഷൻ കൂടി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം എന്താണ്, 4 മാർക്കിനാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇക്വേഷൻ മാർക്കേണ്ട എന്താണ്, ടീച്ചർ പരീക്ഷ നടന്നു, പാസ്സായതിന് ഒന്നാമത് ഇരുത്തി, അതുപോലെ തോറ്റുപോയതിന് ബാക്കിൽ ഇരുത്തുകയും ചെയ്തു. അതിനുശേഷം രണ്ടുപേരും സിഗ്മകളായി മാറി. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്മൾ ഈ പറഞ്ഞ P01 എന്ന് പറയുന്ന ഇക്വേഷൻ മനസ്സിൽ എന്നെന്നും മായാതെ കിടക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നത്. ഇങ്ങനെയാണ് ഞാൻ +1 പഠിച്ചിട്ടുണ്ടായിരുന്നത്. മക്കൾ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ പഠിച്ചു വെക്കോ, നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ മറക്കണ്ട, ഇത് വെച്ച് പരീക്ഷയ്ക്ക് ചോദ്യം വരും. സിമ്പിൾ ആഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം ഉണ്ടാവുക. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ആ മാർക്ക് എന്ത് ചെയ്ത് ആരും കളയരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ക്വസ്റ്റ്യനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ക്വസ്റ്റ്യനായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് കണ്ടന്റ് ആണ് വെച്ചാൽ നിങ്ങൾ തൊട്ടതായി കമന്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ടുള്ള കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.